എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ പക്കലേക്ക് പോകുന്നില്ല. അപ്പൊ ക്രിസ്തു കാണിച്ചു തന്ന ഈ വഴിയിലൂടെ തന്നെയാണ് പോകേണ്ടത്. അത് സഹനത്തിന്റെ വഴിയാണ്. രാജകൊട്ടാരങ്ങളിൽ ജീവിക്കാമായിരുന്ന സാധ്യതകൾ ഒറ്റ വാക്കിനാൽ രോഗങ്ങളെ സുഖപ്പെടുത്താൻ കഴിയുന്നവൻ സ്വീകരിച്ചത് മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി അവനെടുത്ത ഇത് വഴി ഇതാണ്. അതായത് ഈ സഹനത്തിന്റെ വഴിയിലൂടെ. ഇനി മറ്റൊരു കാര്യം ഈ സഹനത്തെ കുറിച്ച് പറഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഈ സഹനം വരുന്നത്? വിശുദ്ധ തോമസ് അക്വിനാസ് പറഞ്ഞത് പുറന്തള്ളപ്പെടുന്ന തിന്മകളാണ് സഹനം എന്നുള്ളത്. ഹല്ലേലൂയ. പുറന്തള്ളപ്പെടുന്ന തിന്മകളാണ് സഹനം എന്നുള്ളത്. ഒരു വ്യക്തി സഹിക്കുമ്പോൾ ഒരുപാട് അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങള്, കുടുംബത്തിൽ ഒരുപക്ഷെ പൂർവികരിലൂടെ കടന്നു വന്നിരിക്കുന്നത്, വർഷങ്ങളായിട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ അടിഞ്ഞുകൂടിയിരിക്കുന്ന പല തിന്മകളെയും സഹനത്തിലൂടെ രോഗങ്ങൾ വരുമ്പോൾ, അപകടങ്ങൾ വരുമ്പോൾ, അനർത്ഥങ്ങൾ വരുമ്പോൾ, തകർച്ചകൾ വരുമ്പോൾ അതിലൂടെ ഒരു വിശുദ്ധീകരണം, പല തിന്മകൾ പുറന്തള്ളപ്പെടുകയാണ്. ഈ സഹനം രക്ഷയുടെ വാതിലായി മാറുന്നത് പോലെ, മറ്റുള്ളവരുടെ രക്ഷയ്ക്കുള്ള ഒരു വലിയൊരു കാരണമായി തീരുന്നത് പോലെ തന്നെ ഒരു വ്യക്തി സഹിക്കുമ്പോൾ അത് അനേകർക്ക് പാപപരിഹാരമായി തീരുന്നു മാറുന്നത് പോലെ തന്നെ നമ്മളിലുള്ള, നമ്മുടെ കുടുംബത്തിലുള്ള, തലമുറകളിലുള്ള പല തിന്മകൾ പുറന്തള്ളപ്പെടുന്ന ഒരു വഴിയാണ് എന്ന് പറഞ്ഞില്ല. ചില നമ്മള് മണ്ണുമാന്തി കപ്പലുകൾ അല്ലെങ്കിൽ ചില ഫ്രഞ്ചുകളൊക്കെ തീരദേശങ്ങളിൽ പോയിട്ട് ചെളി ഇങ്ങനെ വാരിയെടുത്ത് പുറത്തേക്ക് കളയുന്ന പോലെ, പ്രത്യേകിച്ചും ബോൾഗാട്ടിയുടെ ഭാഗത്തും അല്ലെങ്കിൽ നമ്മുടെ ബ്ലാക്ക് വാട്ടറിന്റെ സ്ഥലത്തൂടെയൊക്കെ ഇങ്ങനെയുള്ള ചില കപ്പലുണ്ട്. അതെന്ത് ചെയ്യുന്നു, അവരെപ്പോഴും ഇങ്ങനെ അതിലൂടെ സഞ്ചരിച്ച് ഈ ചെളി ഇങ്ങനെ സക്ക് ചെയ്ത് പുറത്തേക്ക് കളയാതെ. വിശുദ്ധ തോമസ് അക്വിനാസ് പറയാണ്, ഈ സഹനം അങ്ങനെയുള്ളൊരു പമ്പിങ് ആണ് നടക്കുന്നത്. പുറന്തള്ളപ്പെടുന്ന ഒരു തിന്മ കൂടിയാണ്, തിന്മയെ പുറന്തള്ളാൻ ഒരു വഴി കൂടിയാണ് സഹനം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകൾക്ക് വിശുദ്ധരെല്ലാം പറയുന്നുണ്ട്. വിശുദ്ധ മരിയ ഫൗസ്റ്റീനയുടെ ഡയറിയിൽ വിശുദ്ധ മരിയ ഫൗസ്റ്റീനോട് പറയാണ്, ഒരു ദിവസം ശുദ്ധീകരണ സ്ഥലം കാണിച്ചിട്ട് പറയാണ്, മകളെ, നിനക്ക് ഇപ്പോൾ വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം, ഒരു മരണം തിരഞ്ഞെടുക്കാം. ശുദ്ധീകരണ സ്ഥലത്തില് നിന്റെ ഒരു പാപം ശുദ്ധീകരണ സ്ഥലം കൂടാതെ പോകില്ല. നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പാപം മറഞ്ഞിരിക്കുന്നുണ്ട്. നമുക്കറിയാം, മറഞ്ഞിരിക്കുന്നതൊന്നും കർത്താവിന്റെ സന്നിധിയിൽ വെളിപ്പെടാതിരിക്കില്ല. എല്ലാ പ്രവൃത്തികൾക്കും ആ വിധിയുടെ ദിവസം, ചൂള പോലെ കത്തുന്ന ദിവസം, വൈക്കോലും അഗ്നിയും എല്ലാം ഈ കത്താനായിട്ട് ദൈവം വിട്ടുകൊടുക്കും. ഇവിടെ ഇതെല്ലാം ശോധന ചെയ്യപ്പെടുന്ന ഒരു ദിവസമുണ്ട്. വിശുദ്ധ മരിയ ഫൗസ്റ്റീനോട് പറയാണ്, നിന്റെ ഒരു ചെറിയ പാപ ശുദ്ധീകരണ സ്ഥലം കൂടാതെ സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. അപ്പൊ ശുദ്ധീകരണ സ്ഥലത്തിൽ നീ ഒരു ദിവസം കിടക്കേണ്ടി വരും. അപ്പോൾ വിശുദ്ധ പറയാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ദിവസം ശുദ്ധീകരണ സ്ഥലത്തിൽ കിടന്നിട്ട് ഞാൻ സ്വർഗത്തിലേക്ക് പോകാൻ, ഞാൻ മരണം സ്വീകരിക്കാൻ തയ്യാറാണ്. അപ്പോൾ പരിശുദ്ധ അമ്മയും ഈശോയും ഒക്കെ ഈ ശുദ്ധീകരണ സ്ഥലം കാണിച്ചു കൊടുത്ത ഒരു രംഗം ഈ ഫൗസ്റ്റീന ഡയറിയിൽ കാണുന്നുണ്ട്. അതിന്റെ ഭീകരമായ ആ വേദന കണ്ടപ്പോൾ വിശുദ്ധ ഫൗസ്റ്റീന പറയാണ്, അതിൽ കൂടുതലായിട്ട് ഞാൻ ഭൂമിയിലേക്ക് തിരിച്ചു പൊക്കോളാം, ദീർഘകാലം ഞാൻ ശരീരത്തിൽ സഹിച്ചുകൊള്ളാം, അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത തെറ്റിന് ഞാൻ പരിഹാരം ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞാൽ, ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ പുറന്തള്ളാനുള്ള, തിന്മകളെ പുറത്തേക്ക് കളയാനുള്ള ഒരു വലിയ വാതിൽ കൂടിയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലെ സഹനം എന്നുള്ളത്. അതുകൊണ്ട് ഒരുപക്ഷെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഒരു പാപം ചെയ്തിട്ടില്ലെങ്കിൽ, കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവരും അല്ലെങ്കിൽ മാലിന്യം ഏശാത്തവരും ആണെങ്കിൽ അവരെന്ത് ചെയ്യണം, അത് മറ്റുള്ളവരുടെ രക്ഷയ്ക്കായിട്ട് കാറ്റുവയ്ക്കും. ഇനി പാപത്തിൽ വീണുപോയൊരു വ്യക്തിയാണോ, ആ വ്യക്തി പാപത്തിന്റെ ഈ അനന്തരഫലങ്ങൾ, ഒരുപക്ഷെ ശുദ്ധീകരണ സ്ഥലത്തിൽ കടന്നു പോകേണ്ട ചില കാര്യങ്ങളെ വിശുദ്ധീകരിക്കാനും വേണ്ടി ഈ സഹനത്തെ, അതിന്റെ രണ്ടാമത്തെ ഭാഗം സമാശ്വാസത്തിനെ ഉപയോഗിക്കുന്നു, മറ്റുള്ള രക്ഷയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന പോലെ തന്നെ എന്ത് വിശുദ്ധീകരിക്കാനായിട്ട്, തിന്മയെ പുറന്തള്ളാനായിട്ട് ഈ സഹനത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുക. കാരണം ദൈവം അനുവദിക്കുന്നുണ്ട്. എന്നറിയോ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, അതായത് കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത വലിയ സൗഭാഗ്യം, നിത്യതയിലേക്ക് എത്തിച്ചേരാൻ ഒരുപക്ഷെ ദൈവം തന്റെ മക്കളെ ആരും അത്രമാത്രം ആഗ്രഹിക്കുന്നവരെ, ഇപ്പൊ നമ്മൾ ഉത്തരീയം വിശ്വാസത്തോടെ ധരിക്കുന്നവരെ, അവരെ ദൈവം അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ട്, അവരെ ദൈവം സ്വർഗത്തിലേക്ക്, ശുദ്ധീകരണ സ്ഥലം അല്ലെങ്കിൽ നരകത്തിൽ പോയില്ല. അപ്പൊ എന്ത് ചെയ്യും, അതിനു വേണ്ടി നരകത്തിൽ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി ദൈവം ചില സഹനങ്ങൾ അനുവദിക്കും. അപ്പൊ അതിനെ മറുതലിക്കുകയല്ല ഒരു ക്രിസ്ത്യ ജീവിതത്തിലുണ്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ വേദനയുടെ ഇരിപ്പിടം മനസ്സായാലും ശരീരമായാലും അത് അനുഭവിക്കുന്ന വ്യക്തി തകർക്കപ്പെടുന്ന അനുഭവമാണ് അതുണ്ടാകുക. അപ്പോൾ അങ്ങനെയാണ് ഒരു പരിധിവരെ അത് വികൃതമായി ഒരു ഭയങ്കര ജീവിതത്തിൽ ചെറുതാകാനായിട്ട് ഈ സഹനം നമ്മുടെ ഇടയിൽ കാരണമായി തീരും.
അവിടെ ഒന്നും പതറിപ്പോകാതിരിക്കാനായിട്ട്, അതായത് ലോകം മുഴുവൻ പാപത്തിന്റെ വഴിയിലൂടെ കടന്നു പോകുമ്പോഴും അവിടെ ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട്